ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എന്നാ എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ് ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട, ഇതവിടെ ചെക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുരിപ്പ്. എന്ത് പരിപ്പ? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാണ്ട കാര്യമല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും, മുഖത്തിന്റെ ഷേപ്പ് മാറും. ഈ മാലക്ക് എന്താ വില? 500 rupees. 500. 3 അല്ല, 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ചേ. അവിടെ തന്നെ sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവും? പൊറോട്ട മാവാണ്. ഇതിന് കിത്തിന രൂപ? ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഈ ദിൽവാലെ 700. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേ ജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? सर ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ, ഇവിടെ ആ, എന്തായി? അയാള് പറഞ്ഞ മനസ്സിലായ? ഇഞ്ചടെ ഇറക്ക മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ്, മേടിച്ചോളാൻ. ആണോ? അനിയാ, കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിൽ ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടാവും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാൽ മതി. ഇതിനെത്ര വില? 100 rupees sir. 100? सर ये देखो, अच्छा है. ये सर. ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ, ഞാൻ കണ്ട്. മറ്റേത് അതല്ല, അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിൽ പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ഒരു മിനിറ്റ് നിർത്തി. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്ക് വേണമെങ്കിൽ ഏതെടുത്താലും. എനിക്ക് ഒന്ന് മതിയാ? ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ? നിന്നെ പോലെ. നമുക്ക് മോളിലേക്ക് പോവാം. മിലി, മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേളിലുണ്ടാവും.
കായലില് ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. നല്ല തണുത്ത കാറ്റ്. നമുക്കിനി താഴേക്ക് പോവാല്ലേ? മോളെ മിലി, മോളെന്തി? മിലി, മോളെ കേരള വാർത്തകൾ. ഒരു 8 വയസ്സുകാരന്റെ ആത്മധൈര്യം മിലി എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. മരകത്ത് വെച്ച് ഇന്ന് കാലത്ത് 10:30 സംഭവം. വിനോദ സവാരിക്കിടെ വ്യവസായ പ്രമുഖനായ ശ്രീ JB ദത്തന്റെയും ശ്രീമതി സുശീല ദത്തന്റെയും മകൾ മിലി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് ജീവൻ അപകടത്തിലായപ്പോൾ ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്. അവളവിടെ? ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദു മേനൻ. എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളെപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോൻ എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ? അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവോഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല, നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും.
മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം.